അപ്പം ഇവിടെയുള്ള ഈ ദേശാഭിമാനി റോഡിലുള്ള കലൂരിലുള്ള കുറച്ച് ആൾക്കാർ, റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ജാക്കി നമ്മളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ദിസ് ഈസ് ക്ലബ് ഹൗസ്, റൈറ്റ്? ക്ലബ് ഹൗസ് ആണിത്. അനുഗ്രഹ എന്ന പേരിലുള്ള ക്ലബ് ഹൗസ് ആണ്. പേടിക്കണ്ട. ബസ് 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 ചല്ലെന്ന് പറഞ്ഞാൽ പോവും, ബസ് എന്ന് പറഞ്ഞാൽ നിൽക്കും. ഇവന്റെ സൈഡിലെ ചെവിക്ക് അടപ്പൊന്നുമില്ലേ? അവന്റെ ചെവിയിൽ അടയ്ക്ക് നമ്മൾ വെച്ച് പരിവുണ്ടല്ലോ. അത് അങ്ങനെ ഒരു രീതിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിൽക്കുന്നത് കാണരുത്. അതോ മിസ്റ്റർ അരുൺകുമാറിന്റെ സ്പെഷ്യൽ കോഴ്സ് അതുകൊണ്ട് wonderfully well in all your evening discussion, dialogues, interaction with the various latest political developments and all. താങ്ക് യു. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. I really appreciate your താങ്ക് യു സർ. താങ്ക് യു സർ. അങ്ങയുടെ പേര് രാജൻ? എന്റെ പേരാണ് രാജൻ. രാജൻ വലിയത്താൻ, സെക്രട്ടറിയാണ്. നായർ പ്രസിഡന്റ്. വളരെ ആക്റ്റീവാണ്. വെരി വെരി യങ്സ്റ്റേഴ്സ് ആണ് കേട്ടോ. കണ്ടാ പറയുന്നില്ലതേ ഉള്ളൂ. എല്ലാവരും യങ്സ്റ്റേഴ്സാ. ബിലോ 40. വൈബ്രന്റ്. അതെ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ. പിന്നെ ഇടക്കെട്ട് ഒരു മട്ടം തന്നെ. പക്ഷേ ഇതാണ് കാരണം. ഇതിന് ഈ പരിപാടികൾ നിങ്ങളിവിടെ നടത്തി should be given wide publicity. തീർച്ചയായിട്ടും ആൾക്കാർ ലൈവായിട്ട് പോവാം. ടുമാറോ സൺഡേ പിന്നെ ഞങ്ങളെ ഇപ്പൊ വീട് വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചീഫ് മിനിസ്റ്ററുടെ മുഖാമുഖം പരിപാടി പോകുന്നുണ്ട്. ബിക്കോസ് ഐ ആം വി ടു ആർ ഗോയിങ്. ബസ് 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 ബസ്. അപ്പൊ അതുകൊണ്ട് പറയും ഇവിടെ കുതിരയുടെ ബാക്കിൽ നിൽക്കരുത് എന്നൊരു നിയമമുണ്ട്. വാട്ടർ ലോഗിംഗ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നത്. വാട്ടർ ലോഗിംഗ്. ഒരുപാട് ആൾക്കാർ വെള്ളത്തെ ഭയന്ന് ഈ വീടുകളെല്ലാം 30-40 പ്രശ്നമാണ്. അത് മാത്രമല്ല എംപി എടുത്ത കാര്യങ്ങൾ പറഞ്ഞില്ലേ? എംപിയുടെ വീടിന്റെ പ്രശ്നമാണ്. എംപിയുടെ വീട്ടിൽ വെള്ളമുണ്ട്. അത് മാത്രമല്ല അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേഷൻ കുറച്ച് സുസ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ട് കുറച്ച് ഭേദമുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയില്ല. പക്ഷേ കഴിഞ്ഞ വർഷം 5 വർഷമായിട്ട്, അതിന് മുമ്പുള്ള 5 വർഷങ്ങളായിട്ട് നമുക്ക് ഇവരെല്ലാം തന്നെ കൺസിഡറബിൾ ഇൻകൺവീനിയൻസ് ആൻഡ് ലോസ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അത് നമ്മൾ കൗൺസിൽ വളരെ കോപ്പറേറ്റീവ്. ഓക്കെ മാം, ഹലോ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ബൈ പ്രൊഫഷൻ? ടീച്ചറായിരുന്നു. നീ കണ്ടപ്പോൾ തോന്നി. ടീച്ചറിന്റെ പേരെന്താണ്? രാധാമണി എന്നാണോ? സരളാമണി. ആയിരിക്കും, അടുത്താണ്. ഇതിൽ ഏതെങ്കിലും ഒരു പേരായിരിക്കും. നമുക്ക് ആൾക്കാരെ കണ്ടാലേ ഈ ടീച്ചർമാരുടെ ഒക്കെ പേരുകൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പൊ കൊള്ളാം. സരളാമണി ടീച്ചർ, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി. ഇവിടെ തന്നെ. മക്കളൊക്കെ എവിടെയാ? മക്കളൊക്കെ ഫോറിനിലാണ്. നാട്ടിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വീട്ടിലാണ്. യുവഭവനത്തിൽ, വൃദ്ധഭവനം എന്നുള്ള വാക്കപ്പോൾ ഹണിമൂൺ സീസൺ നമ്പർ 3. വണ്ടർഫുൾ. അപ്പൊ എങ്ങനെയാ പൊളിറ്റിക്കലായിട്ട് പൊതുവെ സാധ്യത? ന്യൂട്രൽ സ്റ്റാൻഡ് ആണ്. നിങ്ങൾ എല്ലാവരും ഒരു പാർട്ടിക്കാരാണോ? അല്ല, പല പാർട്ടിക്കാരാ, വ്യത്യസ്ത പാർട്ടിക്കാരാ. പാർട്ടി പൊക്കോട്ടെ, ഞങ്ങൾക്ക് ഇതൊന്ന് ഡെമോക്രസി ഇൻ ദ വേൾഡ്. പ്ലൂറലിസമാണ്. പ്രിൻസിപ്പിൾ അനുസരിച്ച് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾസ് വി ആർ ഡൂയിങ്. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഫോട്ടോ കാണിക്കാൻ പറ്റുമോ? നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ ഇതിൽ എന്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്, കാണിക്കാൻ പറ്റുമോ? ഓക്കെ, പറ്റിയല്ലേ? വെള്ള ഷോൾ ഇട്ട ഒരാളെ പരിചയമുണ്ടല്ലോ. അതെ അതെ, ഒന്നടുത്തോട്ട് വന്നാട്ടെ. ആരാണ്? എന്റെ പേര് ലാലി എന്നാണ്. ആക്ടിവിസ്റ്റ് ആണ്. അതെ, ലാലി ആക്ടിവിസ്റ്റ് ആണ്. അതെ അതെ അതെ, എവിടെയോ കണ്ടിട്ടുണ്ട്. വളരെ ആക്റ്റീവായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തവണ ഈ ആക്ട്രസുമാണ്. ഏതാ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്? ഇറങ്ങിയത് ഓസ്ലർ എബ്രഹാം. ഓസ്ലർ എബ്രഹാമിൽ അഭിനയിച്ചിട്ടുണ്ട്. തിരിച്ചറിഞ്ഞോ ആൾക്കാരൊക്കെ? പിന്നെ ചന്ദനൊക്കെ മീമാക്കാൻ പോകുന്ന സമയത്ത് അയില വേണം എന്ന് പറയുന്ന സമയത്ത് ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടോ? പിന്നെ സെൽഫി ഒക്കെ എടുക്കാറുണ്ട്. വണ്ടർഫുൾ. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് സെലിബ്രിറ്റിക്കൊപ്പമാണ്. അതിനെന്താ ഒരു കാര്യം? അനാർക്കലിയുടെ അമ്മയാണ്. അനാർക്കലിയുടെ അമ്മയും കൂടിയാണ് അല്ലേ? അപ്പൊ 2 സെലിബ്രിറ്റീസ്. എന്റെ മോളാണ്. മനസ്സിലായല്ലോ കാര്യങ്ങള്. അമ്മയാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ മകളാണ് എന്ന് പറയുന്നതാണ്. വണ്ടർഫുൾ. ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വണ്ടർഫുൾ, ഗ്രേറ്റ്. അപ്പൊ എങ്ങനെയാ പൊതുവെ നമ്മുടെ രാഷ്ട്രീയ ചിത്രം? ആരധികാരത്തിൽ വരണം കേന്ദ്രത്തിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്? കേന്ദ്രത്തിൽ സംഘപരിവാറിനെതിരായിട്ടുള്ള ആര് വന്നാലും എനിക്ക് സന്തോഷമാണ്. അങ്ങനെയുള്ള നിലപാടാണ് അല്ലേ? അതാ അങ്ങനെ നിലപാടെടുക്കാൻ കാര്യം? നരേന്ദ്രമോദിക്ക് ഒരു ഇമേജ് ഒക്കെ ഇല്ലേ?
അല്ല അങ്ങനെ ഇമേജ് ഉണ്ടായിട്ടില്ലല്ലോ കാര്യം. എന്ത് ഇമേജ്? അതൊക്കെ ഇതുണ്ടാക്കുന്ന ആൾക്കാർ, എന്താ പറയാ, PR വർക്കല്ലേ. സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ കൊടുക്കാനൊന്നും പണമില്ല എന്നൊക്കെ ഉള്ള വിമർശനമുണ്ടല്ലോ, എന്താ അഭിപ്രായം? അതിനെ കുറിച്ച് എന്താ പറയാ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കൂടി പറഞ്ഞ പ്രശ്നത്തിലാവുന്നില്ല. ഓക്കെ, ഗ്രേറ്റ്. സാർ, അങ്ങയുടെ പേര്? എന്റെ പേര് മുഹമ്മദ് റൌഫ്. എന്താ പൊതുവെ ഒരു കൊച്ചിയിൽ എന്താ സാധ്യത? കൊച്ചിയിൽ UDF. UDF-നായിരിക്കും സാധ്യത. ഇവിടെ എന്താ അഭിപ്രായം? UDF-നായിരിക്കും സാധ്യത എന്നാണ് അഭിപ്രായം. മൊത്തത്തിൽ കേന്ദ്രത്തിൽ ആര് അധികാരത്തിൽ വരണം എന്നാണ്? ആര് പ്രധാനമന്ത്രി ആവണം? രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി, മമതാ ബാനർജി? ആഗ്രഹം രാഹുൽ ഗാന്ധിയാ. ആഗ്രഹം രാഹുൽ ഗാന്ധിയാ. നടക്കുമെന്ന് അറിയത്തില്ല. അതിനോടൊപ്പം അല്ലേ? അല്ലെ ഉമ്മ, എന്ത് പറയുന്നു? സുഖമല്ലേ? സുഖം. നിങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടുന്ന എല്ലാ ദിവസവും കൂടാറുണ്ടോ? ഞായറാഴ്ച ക്ലബ് ഹൗസിൽ കൂടും. ഭക്ഷണം എല്ലാവരും ഒരുമിച്ചാണോ? ഭക്ഷണം, യോഗ, ക്യാരം ബോർഡ്, യെസ്, ഭക്ഷണം, യോഗ, സംഘം ഒരുമിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലബ് ഹൗസിൽ സുഖമായിട്ട് നല്ല വിവിധ തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ ഓരോ പറ്റും. വീട്ടിൽ നിന്നും ഓരോ വീടുകളിൽ നിന്നുണ്ടാക്കുന്നതാണ്. ഉമ്മ എന്തിനാ സ്പെഷ്യലിസ്റ്റ്? ഞാൻ കഴിക്കാൻ വരാറുണ്ട്. നമസ്കാരം. ഉമ്മയെ കണ്ടിട്ട് നല്ല ഉന്നമ്മക്ക, എന്താണ് അതിന് പറയുന്നത്? പറയുണ്ടല്ലോ, ഉന്നക്ക ഉണ്ടാക്കുന്ന ആളെ പോലെ ഉണ്ട്. ഉണ്ടോ? ഉണ്ടാക്കും. പറഞ്ഞില്ലേ, അങ്ങനെ വളരെ എക്സ്പേർട്ടാണ്. ഞങ്ങളുടെ കോളനിയിലെ ഏറ്റവും വലിയ കുക്കാണ്. കണ്ടോ, ഇത് കാണുമ്പോ അറിയാൻ പറ്റും ആൾക്കാരുടെ മുഖത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടീച്ചറിന്റെ പേര് രാധാമണി എന്നോ സർളമ്മയോ ആണ്, അല്ലെങ്കിൽ സർളാമണി അല്ലേ? അതേപോലെയാണ്. ടീച്ചറായിരുന്നു കേന്ദ്രീയ വിദ്യാലയം. കേന്ദ്രീയ വിദ്യാലയം. എത്ര ടീച്ചർമാരുണ്ട് ഈ കൂട്ടത്തിൽ? ഇനി ഒരു ചോദ്യം കൂടി, കുതിരപ്പുറത്ത് കയറി എത്ര പേരുണ്ട്? 4 grade 1 എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് കോളേജിൽ പഠിക്കുമ്പോൾ. അത് ഊട്ടി ടൂറിന് പോയപ്പോ കയറിയതല്ലേ? മുമ്പിൽ ആൾക്കാർ പിടിക്കാനുണ്ടാവും, താഴെ വീണാലും പിടിക്കാനാണോ ഉണ്ടാവും? അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെ അല്ലാതെ ഓടിച്ചു പോയിട്ടുണ്ടോ? റൈഡ് ചെയ്യാൻ അറിയോ? റൈഡ് ചെയ്യാൻ അറിയില്ല, പക്ഷെ കയറിയിട്ടുണ്ട്. ഒന്ന് നോക്കിയാലോ? ആള് പിടിക്കാതെ തന്നെ തീർച്ചയായിട്ടും. ആ കോൺഫിഡൻസിലാണ് വില. പക്ഷെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഒട്ടകപ്പുറത്തും കയറിയിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട്. രാജസ്ഥാനിൽ പോയോ? രാജസ്ഥാനിൽ. ദുബായി പോകുമ്പോഴും കയറാം അല്ല, ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. ആണോ? ഓക്കെ. അപ്പൊ ഒരു രാഷ്ട്രീയം പറയാം കേട്ടോ. രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ MP എന്തായാലും കേക്ക് വെക്കായിരിക്കും ഉറപ്പായിട്ടും. ഹൈബീഡൻ ഉറപ്പായിട്ടും. പക്ഷെ ഒരു ടീച്ചർ അപ്പുറത്ത് വരുന്നത് KJ ഷൈൻ അല്ലേ? അത് കാര്യമില്ല, കാരണം പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും ഹൈബി വളരെ മുമ്പിലാണ്. ഹൈബീസ് ഓക്കെ എന്നൊരു ധാരണയുണ്ട്. ഓക്കെ അല്ല, എക്സലന്റ്, അങ്ങനെ ഒരു ധാരണയാണ് അതെ. അല്ലേ? അപ്പൊ ലാലി മാം, പൊതുവെ ഈ സ്ഥാനാർത്ഥി പെട്ട് ഒന്ന് അടുത്തോട്ട് വന്നാൽ പേടിക്കണ്ട, കുതിര ചവിട്ടില്ല. ട്രെയിൻ കുതിരയുണ്ട്. അപ്പൊ ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നു. പക്ഷെ അതിനകത്തൊരു പ്രധാനപ്പെട്ട വിമർശനമുള്ളത്, എല്ലാ പാർട്ടിക്കാരുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാലും സ്ത്രീ പ്രാതിനിധ്യം കുറവാണ്. എന്താണ് കാരണം? അങ്ങനെ മതിയോ? ഇല്ല, അങ്ങനെ പോരാൻ തന്നെയല്ല. അപ്പൊ ഭയങ്കര നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വയനാട്, വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ തോൽക്കാൻ വേണ്ടി. വടകര തോക്കാനോ? അങ്ങനെയാണോ? അങ്ങനെയല്ല, എന്നാലും ഞാൻ പറയാം, പക്ഷെ വയനാട് താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്. കുറച്ചുകൂടി ഷുവർ സീറ്റ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ കൊടുക്കുന്നില്ല. ഉള്ളത് തന്നെ കുറവാണ്. അതിൽ തന്നെ വിജയിക്കാൻ സാധ്യതയുള്ളത് എങ്കിലും പക്ഷേ പറയാം, LDF ആണ് കുറച്ചും കൂടി സ്ത്രീകൾക്ക് രണ്ടുപേരെ ഇപ്പൊ KJ ഷൈനെ നിർത്തിയിട്ടുണ്ട്, KK ശൈലജയുണ്ട് അല്ലെ? ആനിരാജ CPI-യിൽ, CPM-ഉം CPM മൊത്തം 3 പേരുണ്ട് 20-ൽ. പക്ഷെ UDF-ന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അല്ലേ? അതിലൊരു വിഷമമുണ്ട്. അങ്ങനെ ഒരു വിഷമമുണ്ട്. ഒരു വിന്നിംഗ് സീറ്റ്. ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ സംഘപരിവാറിനെതിരായിട്ടുള്ള ആരായാലും ഞാൻ പിന്തുണയ്ക്കും. പക്ഷെ പ്രശ്നം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറവാണ് പൊതുവെ. അടുത്ത ഡേറ്റുകളൊക്കെ സിനിമകൾ വന്നു തുടങ്ങിയോ? ഇപ്പൊ ഇന്ന് വൈകുന്നേരം പോവാ. കഥ പറയാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ ഇപ്പോ? ആലുവയിലേക്കൊക്കെ എത്തി വരുന്നു. ഇപ്പൊ എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സിലും ഉണ്ടായിരുന്നു. അതാണ് കുമ്പളങ്ങി നൈറ്റ്സിലും ഉണ്ട് അല്ലേ? ഒരു രാഷ്ട്രീയം പറഞ്ഞോട്ടെ. സംഘപരിവാർ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പൊ സംഘപരിവാറിനെതിരെ എന്ന് പറയുമ്പോൾ സംഘപരിവാർ ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നില്ല. BJP അതൊരു പാർട്ടിയാണ്. ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. സംഘപരിവാറിനെതിരെ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 2 ടേമിലെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എന്റെ ജീവിത രീതിക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. വില കൂടുന്നത് എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ GDP ഒക്കെ ഗ്യാസിന് വില കൂടിയത് കുഴപ്പമാവും? കുഴപ്പമെന്ന് വെച്ചാൽ എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. കാരണം കാശുള്ളതുകൊണ്ടല്ല. കേരളത്തിലെ പലരെ അത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് അറിയുന്നില്ല. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭരണവും കുഴപ്പമില്ല. നമുക്ക് അല്ലല്ല, നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരെ കൂടെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. രാഷ്ട്രീയം ഇല്ലാത്ത, അതായത് സംഘപരിവാറിന്റെ പേര് അനാവശ്യമായിട്ട് പറയേണ്ട കാര്യമില്ല. ഞാനിവിടുന്ന് ക്ലബ് ഹൗസിൽ പൊളിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പറയുന്നത് അരുണിന്റെ പ്രശ്നം എന്താ? സംഘപരിവാർ എന്ന് പറഞ്ഞ ഒരു മനോഭാവമാണ്, അതല്ലാതെ അതൊരു പാർട്ടിയല്ല. തീർച്ചയായിട്ടും മനോഭാവമാണ്. അപ്പൊ പിന്നെ ആ മനോഭാവം കൊണ്ടുവരണ്ടെന്ന് പറയുന്നത് എന്താ? ആ മനോഭാവം ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നില്ല. ആ മനോഭാവമുള്ള ഒരു പാർട്ടികളും
ഇവിടെ ഞാനൊന്ന് ഇന്ത്യ പോലൊരു പ്രസിഡന്റ് അടുത്ത ഞായറാഴ്ച ക്ലബ് ഹൗസ് ഇല്ല കേട്ടോ. ഇന്ത്യ പോലൊരു സ്വര രാജ്യത്ത്, അതായത് ഇതുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ഒരു ഭൂരിപക്ഷ രാഷ്ട്രീയം വേണ്ടതില്ല എന്നതാണ് അഭിപ്രായം, അല്ലേ? ഒരു മതാത്മക ഭൂരിപക്ഷം വേണ്ട, അതല്ലേ? അതാണ് ആർഗ്യുമെന്റ്. പക്ഷെ ഇവിടെ മതാത്മക ഭൂരിപക്ഷം ഉണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭീഷണി ഉണ്ടോ? എവിടെ ഭീഷണി? ഭീഷണിയില്ല. അല്ല, അരുണിത് എന്താന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ കോളനി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു വരുന്ന ഒരു പക്ഷേ വ്യത്യസ്ത രാഷ്ട്രീയം പൊളിച്ചടക്കിയിട്ടുണ്ട്. അല്ല, ഒരിക്കലും ഇല്ല. അത് അങ്ങനെയാണ് ജനാധിപത്യത്തിൽ സംവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വേണം. ഉറപ്പായിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഒരുമിച്ചിരുന്ന ഒരു ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുന്നവരാണെന്ന് എനിക്കറിയാം. വിയോജിപ്പുണ്ട്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയണം. വ്യത്യസ്തങ്ങളായ അഭിപ്രായം. അങ്ങോട്ട് അഭിപ്രായ വ്യത്യാസം ഇറ്റ് ലീഡ്സ് കോൺഫ്ലിക്റ്റ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അനാലിസിസ് രണ്ടു തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അതെ, ഒരു മിനിറ്റ്. ഇപ്പോഴത്തെ ഈ അനാലിസിസ് ഉണ്ട്, നിങ്ങളുടെ പൊളിറ്റിക്കൽ അനാലിസിസ്, അതൊരു കറക്റ്റ് ട്രൂ അനാലിസിസ് ആയിരിക്കില്ല. മനസ്സിലായില്ല? അതായത് അത് പറയണമെങ്കിൽ ഒരുപാട് 400 അബ് കി ബാർ 400 എന്നുള്ള നരേന്ദ്രമോദിയുടെ ഒരു വിശ്വാസം യാഥാർത്ഥ്യമാവണമെന്നില്ല എന്നാണോ? നരേന്ദ്രമോദി വേണമെന്നോ അല്ല, അതിനൊരു ഒരു കാര്യകാരണ സഹിതം വിശദീകരണം ചെയ്യണമെങ്കിൽ അത് ഇറ്റ് വിൽ ടേക്ക്, അത് വലിയൊരു പ്രശ്നമാണ്. കാരണം അതുകൊണ്ട് നിങ്ങൾ നരേന്ദ്രമോദി വരേണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഒരുപാട് പോളിസികൾ നമ്മൾ വിശകലനം ചെയ്ത് ഇവിടെ പറയേണ്ടി വരും. അതിനൊന്നും സമയം കൂടി ഇല്ല. അതില്ല. അപ്പൊ അതുകൊണ്ട് ആരാണ് വരേണ്ടത് വരുന്നത് സ്റ്റേറ്റ് ചോദിച്ചോട്ടെ. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും താരതമ്യം ചെയ്താൽ ഏത് സർക്കാരാണ് മികച്ചത്? ഒന്നാമാണ്. രണ്ടാമത് എന്തായാലും ആയി വരുന്നല്ലോ, ഇനിയുണ്ടല്ലോ 3 വർഷം. പാർട്ടി മെമ്പറാണോ? അല്ല, പറഞ്ഞോ. ഒന്നാം പിണറായി സർക്കാർ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് കെ ശൈലജ, പിണറായി വിജയൻ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സുരേഷ് ഗോപി, ആരെ പിന്തുണയ്ക്കും? ശൈലജ. നമുക്ക് ഏകാഭിപ്രായമാണ്, അല്ലേ? എനിക്ക് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല. അങ്ങനെ വരാം. രമേശ് ചെന്നിത്തല എന്താ കുഴപ്പം? കുമാർ ചോദിക്കാത്തൊരു ചോദിച്ചോ. ശശി തരൂർ. ശശി തരൂർ. റൈറ്റ് പേഴ്സൺ. ശശി തരൂർ. മറ്റാരെങ്കിലും? ഞാൻ പറയാം, ഈ മുഖ്യമന്ത്രിയായിട്ട് സുരേഷ് ഗോപി തന്നെ വരണം. സുരേഷ് ഗോപി എന്റെ അഭിപ്രായം. എന്താ കാരണം? കാരണം അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. യഥാർത്ഥമായിട്ടുള്ള ജനങ്ങളുടെ സേവകൻ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി തന്നെയാണ്. Great. Sir, I appreciate all of you.